ഹായ്, ഗുഡ് മോർണിംഗ്. സുല ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിത് നേരെ വെളുത്തു മുംബൈ ദർശനിൽ പോകാമെന്ന് വെച്ചു. ഞാൻ ഇത്ര വർഷം ഇവിടെ വെച്ചിട്ട് ആദ്യമായിട്ടോ മുംബൈ ദർശൻ ബസ്സിൽ പോകണം. നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട്. ഓക്കെ, വഴിയിൽ വെച്ചിട്ടാണ്. ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇവിടെ നിൽക്കട്ടെ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബസ്. മുംബൈ ദർശന് പോണ ബസ് ഇതായിരുന്നു. അപ്പോൾ ബസ്സിന് ഒരാൾക്ക് 350 റുപ്പീസ് വെച്ചിട്ടായിരുന്നു. പിന്നെ ഭക്ഷണത്തിന് വേണമെങ്കിൽ 200 രൂപ എക്സ്ട്രാ കൊടുത്താൽ ഭക്ഷണം അവർ കൊണ്ടുതരും. ഭക്ഷണം വണ്ടിയിൽ കിട്ടും നമുക്ക്. പിന്നെ ഓരോ പാക്കേജ് ഇങ്ങനെ ബോട്ടിന് പോണത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സയൻസ് എക്സിബിഷൻ, അങ്ങനെ ഇടയിലിടയിൽ നമുക്ക് കയറി പിന്നെ പിക്ചർ കാണിക്കണ്ടായി 11D 70 ഒക്കെ. അപ്പോൾ അതിനൊക്കെ എക്സ്ട്രാ പൈസ. അപ്പോൾ അത് നമുക്ക് ബസ്സിൽ തന്നെ പാക്കേജ് കിട്ടും. അപ്പോൾ 70 റുപ്പീസ്, 500 ഉണ്ടെങ്കിൽ 700 അതിനുള്ളായിട്ട് വരും. അങ്ങനെയായിട്ട് നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ മുംബൈ ദർശൻ്റെ ബസ്സിൽ കയറിയിട്ടാവും. എല്ലാവരും മുംബൈ ദർശൻ ബസ്സിൽ കയറിയിട്ട് 7:15 ഇപ്പോൾ കയറി. ഞങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് പോയിന്റിലെത്തി. ഗേറ്റ് ഓഫ് ഇന്ത്യ. പുതിയ താജ്, ഇത് പുതിയ താജ് കേട്ടോ, ന്യൂ താജ്. ഇത് പഴയ താജ്. ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നിട്ട് ബോട്ടിൽ പോകട്ടോ, ഹൗസ് ബോട്ട്. കണ്ട ഇപ്പോൾ ശരിക്കും കാണാം താജൊക്കെ. ബോട്ടിൽ ഞങ്ങൾ ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അവിടെ നിന്നിട്ട് നോക്കും. ബോട്ടിൽ പോയിട്ട് വരിക കേട്ടോ. ബോട്ട് റൈഡിങ് കഴിഞ്ഞത് ഇപ്പോൾ നോക്കി. താജ്മഹലൊക്കെ നല്ലതായിട്ട് കാണാം. ഓൾഡും ന്യൂ ഒക്കെ താജ്മഹൽ. ഇത് എത്ര ബോട്ടുകളാണ് എടുക്കണേന്ന് വെച്ചാൽ. ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് ശിവാജി മഹാരാജിൻ്റെ മ്യൂസിയം കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കട്ടെ, എടുക്കാൻ പറ്റുക എന്തായാലും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇത്